ഒരു കൊലപാതകം സാധാരണ നടക്കുന്നത് നിശബ്ദമായാണ്. പോലീസ് അറിയുന്നത് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ്. പക്ഷെ കൊലപാതകം നടക്കുന്നതിന് മുമ്പേ പോലീസിനെ അറിയിച്ചാൽ ഇന്നൊരാൾ മരിക്കും എന്ന് കത്തിലൂടെ പറഞ്ഞാൽ 2001 ജപ്പാനിൽ ഒസാക്ക നഗരം പോലീസിന് കിട്ടിയത് ഒരു കത്ത്. അത് ഭീഷണിയായിരുന്നില്ല, അത് ഒരു മരണ മുന്നറിയിപ്പായിരുന്നു. ഇറ്റ്സ് റെഡ് ഫയൽ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ഒസാക്ക പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്. സാധാരണ ഒരു ദിവസം ഡെസ്കിലെത്തിയ ഒരു കവർ. അയച്ചവന്റെ വിലാസമില്ല. കത്ത് തുറന്നപ്പോൾ എഴുതിയിരുന്നത് ഇങ്ങനെ: ഈ കത്ത് നിങ്ങൾക്ക് കിട്ടുമ്പോഴേക്കും ഞാൻ മരിച്ചിരിക്കും. എന്നെ അന്വേഷിക്കേണ്ട, ഞാൻ എന്നെ തന്നെയാണ് കൊന്നത്. പക്ഷേ ഞാൻ ഒറ്റക്കല്ല. പോലീസ് ചിരിച്ചു. ഇതൊരു പ്രാങ്കാണെന്ന് കരുതി. അത് അവരുടെ ആദ്യത്തെ വലിയ പിഴവായിരുന്നു. 3 ദിവസം കഴിഞ്ഞ് ഒസാക്കയിലെ ഒരു ചെറിയ ഫ്ലാറ്റിൽ ഒരു യുവാവിന്റെ മൃതദേഹം. കഴുത്തിൽ കുരുക്കിട്ട് വാതിൽ അകത്തുനിന്ന് പൂട്ടിയ നില. സൂയിസൈഡ് പോലെ തോന്നുന്ന കാഴ്ച. പക്ഷെ മൃതദേഹത്തിന്റെ പേര് പരിശോധിച്ചപ്പോൾ കത്തിൽ പറഞ്ഞ പേരുമായി മാച്ച്. വയസ്സും ജോലിയും എല്ലാം ഒരുപോലെ. പോലീസ് നിശബ്ദമായി, കാരണം അത് യാദൃശ്ചികമല്ല. ആദ്യ മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ വീണ്ടും ഒരു കത്ത്. ഇത്തവണ എഴുത്തുകുറവ്. ഒരാൾ കഴിഞ്ഞു, ഇനി 2 പേർ കൂടി. ഇനി പോലീസിന് ചിരിയില്ല. അലാറാം മുഴങ്ങി. കേസിന് പ്രത്യേക അന്വേഷണ സംഘം. പത്രങ്ങൾ ഇതറിയാൻ തുടങ്ങി. നഗരത്തിൽ പേടി. അടുത്ത 2 മാസങ്ങൾ ഒസാക്കയും പരിസര പ്രദേശങ്ങൾ ഒന്നിനു പിന്നെ ഒന്നായി മൃതദേഹങ്ങൾ. ഒരാൾ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ചത്, ഒരാൾ കാർബൺ മോണോക്സൈഡ് വിഷം, ഒരാൾ ഉറക്ക ഗുളികയുടെ അമിതമായ ഉപയോഗം. എല്ലാം സൂയിസൈഡ് പോലെ. പക്ഷേ ഒരു സാമ്യം. ഓരോ മരണത്തിനു മുമ്പും ഒരു കത്ത്. പോലീസിന് വ്യക്തമായി ഇത് ആത്മഹത്യയല്ല, ഇതൊരു സീരിയൽ കില്ലിംഗ് ആണ്. എല്ലാ മരിച്ചവരെയും കുറിച്ച് അന്വേഷണം. അവർക്കിടയിൽ എന്താണ് ബന്ധം? 10 വർഷം മുമ്പുള്ള ഒരു സംഭവം. 1991 ഒരു ട്രെയിൻ അപകടം. ഔദ്യോഗിക റിപ്പോർട്ട് മെക്കാനിക്കൽ ഫെയിലിയർ. പക്ഷെ അനൗദ്യോഗിക സത്യം, അത് അശ്രദ്ധ ആയിരുന്നു. മരിച്ചവരൊക്കെയും ആ റിപ്പോർട്ട് മറച്ചുവെച്ചവർ. സാക്ഷികൾ, ഒഫീഷ്യലുകൾ, എഞ്ചിനീയർമാർ. 23 പേരുടെ മരണത്തെ ഒരു പേപ്പറിൽ അപകടമാക്കി മാറ്റിയവർ. അവസാന കത്ത്. എഴുത്ത് കൂടുതൽ കടുപ്പം. നിങ്ങൾ ഒരിക്കൽ 23 പേരുടെ മരണത്തിന് അപകടമാക്കി മാറ്റി. ഇന്ന് നിങ്ങളുടെ മരണം ആത്മഹത്യയായിരിക്കും. ഈ കത്തിന് ശേഷം വീണ്ടും ഒരു മൃതദേഹം. പിന്നീട് നിശബ്ദത. കത്തുകൾ നിർത്തി, മരണങ്ങൾ നിർത്തി. പോലീസ് എല്ലാം പരിശോധിച്ചു. കത്തുകളുടെ പേപ്പർ, ഇങ്ക്, ഫിംഗർ പ്രിന്റ്, DNA, CCTV എല്ലാം ശൂന്യം. ഒരാളെയും കണ്ടെത്താനായില്ല. അനുമാനം ഒന്ന് മാത്രം: ട്രെയിൻ അപകടത്തിൽ ആരെയെങ്കിലും നഷ്ടപ്പെട്ട ഒരാൾ. നിയമം ശിക്ഷിക്കാത്തവരെ ഓർമ്മകൾ ശിക്ഷിച്ചു. ചില കൊലപാതകങ്ങൾ നടക്കുന്നത് കത്തിയാലല്ല, വെടിയാലല്ല. അവ നടക്കുന്നത് കുറ്റബോധത്തിലൂടെയാണ്. ഒരു കത്തിലൂടെ ആരംഭിച്ച് നിശബ്ദതയിൽ അവസാനിച്ച ഒരു പ്രതികാര കഥ. ഇതൊരു കുറ്റബോധത്തോടുള്ള ആത്മഹത്യ ആയിരിക്കുമോ, അതോ കൊലപാതകമോ? ഇതുപോലുള്ള റിയൽ സ്റ്റോറികൾക്കായി റെഡ് ഫയൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കഥ ഇഷ്ടമായ ലൈക്ക് ആൻഡ് ഷെയർ മറക്കരുത്.